ഹായ് ഓൾ, വെൽക്കം ടു പ്രോഗ്രസ് പി എസ് സി. SNDP ആണ് നമ്മളിനി പഠിക്കാൻ തുടങ്ങുന്നത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് 1903 മെയ് 15. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. SNDPയുടെ മുഖപത്രം വിവേകോദയം. SNDPയുടെ മുഖപത്രം വിവേകോദയം പത്രം ആരംഭിച്ച വർഷം 1904. 1904 വിവേകോദയം പത്രം ആരംഭിച്ചത്. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപരാരാണ്? M. ഗോവിന്ദൻ. M. ഗോവിന്ദനാണ് 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗം. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷമാണ് 1922. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം 1922. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1925 വർക്കലയിൽ വെച്ചാണ്. ടാഗോർ സന്ദർശിച്ചത് 1922-ലും ഗാന്ധിജി സന്ദർശിച്ചത് 1925-ലുമാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോട് ക്ഷേത്രത്തിലാണ്. 1927 കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, ജനനി നവരത്ന മഞ്ജരി, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പ ദശകം, ജാതിലക്ഷണം, ചിജ്ജട ചിന്തകം, ശിവശതകം, കുണ്ടലിനി പാട്ട്, വിനായക കാഷ്ടകം, തേവാര പതികങ്ങൾ, തിരുക്കുറൽ വിവർത്തനം, ജ്ഞാനദർശനം, കാളി നാടകം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം, ശ്രീകൃഷ്ണ ദർശനം. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് ഈശാവാസ്യോപനിഷത്ത്, തിരുക്കുറൽ, ഒടുവിലൊഴുക്കം. ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരിയിലാണ് 1928 സെപ്റ്റംബർ 20. ശിവഗിരിയിലാണ് 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധിയായത്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരനാണ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരനാണ്. അടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് കുഞ്ഞമ്പിള്ള. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് കുഞ്ഞമ്പിള്ള. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഉള്ളൂർക്കോട് വീട്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. സർവ്വവിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂലയും ചട്ടമ്പി സ്വാമി സമാധിയായ സ്ഥലമാണ് പന്മന, കൊല്ലവും. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അദ്വൈത ചിന്ത പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണം അല്ലെങ്കിൽ ക്രിസ്തുമത ഛേദനം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം, വേദാന്തസാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഫാസം.
ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യാ സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യാ സ്വാമികളാണ്. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. ചട്ടമ്പിസ്വാമി സമാധിയായത് 1924 മെയ് 5-നാണ്. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആഗസ്റ്റ് 25-നാണ്. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനത്തിനാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12-ന് സ്വാമിത്തോപ്പ് നാഗർകോവിലാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായി അറിയപ്പെടുന്നതാണ് വൈകുണ്ഠസ്വാമികളാണ്. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികളാണ്. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിലെ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെള്ളനീചൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത പിശാച്ച് എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സ്ഥാപിച്ച വർഷം 1836. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ അകിലത്തിരിട്ട്, അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര. വൈകുണ്ഠസ്വാമി അന്തരിച്ചത് 1851 ജൂൺ 3-നാണ്. 1851 ജൂൺ 3-നാണ് വൈകുണ്ഠസ്വാമി അന്തരിച്ചത്. അടുത്തത് വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം പാട്യം ഗ്രാമം. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലമാണ് പാട്യം ഗ്രാമം, കണ്ണൂർ. വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വാഗ്ഭടാനന്ദൻ കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക. ആത്മവിദ്യാകാഹളം, ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഈ സംഘടന പിൽക്കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രഥമ വാഗ്ഭടാനന്ദ
പുരസ്കാരത്തിന് അർഹനായത് MD വാസുദേവൻ നായരാണ്. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ 1917. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. അത് 1921. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ 1917. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ്റെ കൃതികൾ ആത്മവിദ്യ, ആത്മവിദ്യാ ലേഖമാല, അധ്യാത്മയുദ്ധം, ഈശ്വരവിചാരം, പ്രാർത്ഥനാഞ്ജലി, മാനസചാബല്യം, മംഗളശ്ലോകങ്ങൾ, യജമാനൻ, പ്രാർത്ഥനാമഞ്ജരി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാലനാമം കുഞ്ഞിക്കണ്ണൻ. VK ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. താങ്ക് യു.